മൈക്കിൾ ജി വന്ദനം. നമസ്കാരം. ഞാൻ നിങ്ങൾ തന്നിരുന്ന ആ പുസ്തകം ഒന്ന് ഓടിച്ചൊക്കെ നോക്കി, എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫുൾ നെയിം മൈക്കിൾ തിത്തിരി എന്നല്ലേ? അതെ, അങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഓക്കെ. തുടക്കത്തിൽ നിങ്ങൾ ഒരു ITI പോലുള്ള ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അവിടെ നിന്ന് കയറി വന്നു. അത് കഴിഞ്ഞിട്ട് കർഷകനായി, അത് കഴിഞ്ഞിട്ട് ഒരു ആത്മീയ പാതയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ കൃഷി അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ആത്മദർശനത്തിലേക്ക് വരാനായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ടോ? അത് ശാന്തമായ സ്ഥലമായതുകൊണ്ട് നമുക്കത് പ്രൊമോട്ട് ചെയ്യും, നമ്മുടെ ചിന്തകളെ പ്രൊമോട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ട്. കൃഷിപ്പണി നമ്മുടെ ജീവിത മാർഗ്ഗമാണ്, അതല്ലാതെ വരുമാനമില്ല. പക്ഷേ എവിടെയാണേലും ഈ ഒരു ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മനുഷ്യൻ തിരക്കട്ട ജീവിതത്തിനകത്താണ്, ജീവിത പ്രാരാബ്ധങ്ങളിനകത്താണ്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, മക്കളുടെ വിദ്യാഭ്യാസം, അത് ഇതെന്നൊക്കെ പറഞ്ഞ് 100,000 കാര്യങ്ങളിൽ മനസ്സിങ്ങനെ വ്യാകുലപ്പെട്ടുള്ള ഓട്ടമാണ്, രാവിലെ തൊട്ട് രാത്രി വരെ. അത് കഴിഞ്ഞൊന്ന് വിശ്രമിക്കുമ്പോഴും പിറ്റേ ദിവസത്തെക്കുറിച്ചിട്ടുള്ള വ്യാകുലതകളാണ് മനസ്സിനകത്ത്. സോ ഈ ഒരു ബിസി ലൈഫിനകത്ത് നിന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കാർഷിക മേഖലയിലേക്കുള്ള ആ ഒരു മേഖലയിലേക്ക് തിരിയുമ്പോൾ മനസ്സ് സ്വസ്ഥമാണ്, ശരീരം സ്വസ്ഥമാണ്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആത്മീയമായ കാര്യങ്ങളെ തിരിച്ചറിയാനായിട്ടുള്ള സമയം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതൊരു ഒരു ഘടകമല്ലേ അതിനകത്ത്? അതെ, അത് തന്നെയല്ലോ. വേറെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അന്വേഷണ ചിന്ത അവിടെ ഉണ്ട്. അപ്പോൾ ആ അന്വേഷണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെതാണ്. അപ്പോൾ ആ അന്വേഷണങ്ങൾ അങ്ങനെ നമ്മളിങ്ങനെ കൂടുതൽ പുസ്തകത്തിലേക്ക് അതിൻ്റെ രചനയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കാഴ്ചപ്പാട് തെളിമയിലേക്ക് വന്ന് നമ്മളിലേക്ക് വരുന്നുണ്ട്. അവിടെയാണ് കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മളിൽ ഉണ്ടെന്നുള്ളതാണ്. അത് എൻ്റെ അനുഭവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം 24 വർഷം എൻ്റെ IT മേഖലയിൽ, ഞാൻ ശരിക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. 24 വർഷം IT മേഖലയിൽ ഞാൻ ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് എന്ന മനുഷ്യനാണ്. രാവിലെ തൊട്ട് രാത്രി വരെ ഫുൾ ടൈം മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ജോലിയില്ല. അപ്പോൾ വേറൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനോ ഒന്നും ഇല്ല. അപ്പോൾ വീട്, ഓഫീസ് വീട്, ഈ ഒരു കാര്യം മാത്രം, ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു ലൈഫാണ്. അപ്പോൾ ഞാൻ എപ്പോഴാണോ ജോലി വിട്ട് ഒരു സ്വസ്ഥമായ ഒരു ചിന്താഗതിയിലേക്ക് വന്നത്, അപ്പം മുതലാണ് എന്നിലുള്ള ആത്മീയ തലം ഉയരാൻ തുടങ്ങിയത്. അപ്പോൾ സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ആത്മീയ ചിന്തകളും അനുഭവങ്ങളും അനുഭൂതികളും ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലൈഫിനകത്തും അങ്ങനെ അല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കാര്യം ചോദിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അത് ആൾറെഡി അവിടെ ഉണ്ട്, ഈ ചിന്തയും അന്വേഷണം അവിടെ ഉണ്ട്. പക്ഷേ നമുക്കത് വ്യക്തമായി മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. അവിടെയാണ് നമ്മുടെ അന്വേഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുക. എത്ര തിരക്കിട്ട ജീവിതം ഉണ്ടെങ്കിലും എൻ്റെ അന്വേഷണങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ പുനർജന്മം, ഋഷിയുടെ പുനർജന്മമാണോ എന്ന് എനിക്ക് ഇപ്പോഴും ആ ഒരു ഇതിലേക്ക് വരാൻ കാര്യം. അത് അവിടെ ഉണ്ട്. അപ്പൊ ആ ഉള്ളത് തന്നെയാണ് ഇപ്പൊ ഈ രൂപത്തിലേക്ക് ഇപ്പോഴത്തേക്ക് വന്നത്. അതുകൊണ്ടാണ് എനിക്കത് വരുന്നതെന്നുള്ളതാണ്. എത്ര തിരക്കും എത്ര ഇതുണ്ടെങ്കിലും ടെൻഷനും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്ഥലമുണ്ട്, കൃഷിയുടെ ബുദ്ധിമുട്ടുകളും ടൈറ്റുകളും അങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും ഈ ഒരു ഇത് ആൾറെഡി അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ളത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ ഒരു ഡിസയർ, ഒരു അന്വേഷണ മനോഭാവം. എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം, ശരിക്കും ആ ഒരു കാര്യം എനിക്ക് ഗ്രാബ് ചെയ്യണം, ആസ്വദിക്കണം എന്നുള്ള ആ ഒരു ത്വര, അതുള്ള വ്യക്തികൾക്ക് ഇത് ഓപ്പൺ ആകത്തുള്ളൂ. അത് ആദ്യ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമുക്കുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ, നമുക്ക് ചിന്തിക്കാനും അതിനെ ഒന്ന് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനെ ഒന്ന് മാറ്റിയെടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ. ഇപ്പം എന്തായാലും പുസ്തകം എഴുതി, എനിക്ക് തോന്നുന്നത് 100-400 പേജിൻ്റെ അടുപ്പിച്ചുണ്ട്. അത്രയും പുസ്തകം എഴുതണമെന്നുണ്ടെങ്കിൽ ഒരു സ്വസ്ഥമായ ഒരു മൈനസ് ഇല്ലാതെ നമുക്കൊരു കാമൻ ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റാതെ എന്തായാലും എഴുതാൻ പറ്റത്തില്ല. കാരണം ഞാനും ഒരു പുസ്തകം എഴുതിയപ്പോഴത്തേക്ക് ഒരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ആ ഡിവൈൻ കണക്ഷനിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ പഠിച്ചു വെച്ച് എഴുതുന്നതല്ല, നമ്മൾ എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് എടുക്കുന്നതല്ല. ഇത് നമ്മുടെ വിസ്ഡത്തിനകത്തുനിന്ന് വരണം. അപ്പം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു രീതിയിൽ ഇരുന്നാൽ മാത്രമേ ആ ഒഴുക്കുണ്ടാകത്തുള്ളൂ. തീർച്ചയായിട്ടും അല്ലേ? അങ്ങനെയല്ലേ നിങ്ങളും എഴുതിയത്? അങ്ങനെ അതായത് ഇപ്പം ഉള്ളിൽ ആൾറെഡി ഇതുണ്ട്. ഞാൻ ഈ ഉപനിഷത്തുകൾ പഠിച്ചു അതിന് മനസ്സിലാക്കിയപ്പോഴാണ്, എടാ ഇത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഇതിനകത്തുണ്ടല്ലോ. അതെനിക്ക് എന്നിലുണ്ടത്. ഏത് ആ കാര്യങ്ങളാ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഉണ്ട്. ഉപനിഷത്ത് പഠിച്ചപ്പോൾ ഞാൻ ചിന്തിക്കണത് ശരിയാണല്ലോ, ഇതുണ്ടല്ലോ ഇതിനകത്ത്. അപ്പൊ പിന്നെ ഉപനിഷത്തല്ലേ എൻ്റെ ഏറ്റവും വലിയ സാക്ഷി. നമ്മുടെ എന്താണ് നമ്മുടെ കാഴ്ചപ്പാടെന്നുള്ളത് അതിനകത്തുണ്ട്. അപ്പൊ അതൊരു വലിയൊരു അതെ. അപ്പോൾ അതിങ്ങനെ പറയാം, അതായത്
ആ ഒരു റിലത്തിനകത്ത് ഈ പറഞ്ഞ എനർജി വൈബ്രേഷൻ ആണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു എനർജി വൈബ്രേഷൻ. ആ എനർജി വൈബ്രേഷനകത്തേക്ക് ഒരാൾ വരുമ്പോൾ ബൈബിൾ ഏത് രീതിയിലാണോ എഴുതപ്പെട്ടത്, വേദങ്ങൾ ഏത് രീതിയിലാണോ എഴുതപ്പെട്ടത്, ഖുറാൻ ഏത് രീതിയിലാണോ എഴുതപ്പെട്ടത്, അതേ രീതിയിൽ അതിനകത്തിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ മനസ്സിലാക്കിയതും കൂടെ വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതും സത്യമാണ്, എന്നിലിരിക്കുന്നതും സത്യമാണ്. അതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ വരത്തില്ല. കാരണം ഞാനും ആ റിലത്തിലെത്തി. വ്യാസൻ എഴുതാനായിട്ട് ഉണ്ടായ അർലം ഇല്ലേ, വാത്മീകി എഴുതാനായിട്ട് ഉണ്ടായ അർലം, ആ റിലത്തിനകത്തേക്ക് എൻ്റെ ആത്മീയതയും ഔന്നിത്യം പ്രാപിക്കുമ്പോൾ പിന്നെ അത് രണ്ടും രണ്ടല്ല ഒന്നാണ്. ആ ഒരു റിയലൈസേഷൻ അതല്ലേ പറയാൻ ഉദ്ദേശം. സോ ഇതെല്ലാം ഓൾറെഡി ഉണ്ട്, അതിലേക്ക് ഞാനും എത്തുകയാണ്. അല്ല, അത് എന്നിലുണ്ട്. ഇതിൽ നോക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിരിക്കുന്ന കാര്യം ഇത് വ്യക്തമായിട്ട് ഇവർ പറയുന്നുണ്ട്. 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവർ പറഞ്ഞിട്ടുള്ളതാണത്. അപ്പോൾ എനിക്ക് ഞാൻ ചിന്തിക്കുന്നു, ശരിയായ റൂട്ടിലാണല്ലോ ഞാൻ ചിന്തിക്കുന്നത് എന്നെനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു. അതാണ് അതിനകത്തുള്ളത്. പക്ഷെ വേറെ ഒന്നുണ്ട്, ഇതെല്ലാം നമ്മൾ ആസ്വാദന തലമല്ലേ. അവിടെയാണ് നമ്മുടെ ഒരു കുഴപ്പം. എല്ലാവരും പറയുന്നു നമ്മൾ ആസ്വദിക്കുക, അത് ഏതും ആസ്വദിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിനെ നമ്മൾ പിടിച്ചിടുകയാണ്. അത് മനസ്സിന്റെ പണിയാണ്. അപ്പൊ നമ്മൾ മനസ്സിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്നുള്ളതാണ്. ആസ്വാദനം അല്ലാത്തൊരു തലം വരും. അത് അറിവിന്റെ അനുഭവത്തിന്റെ തലമാണ്. അനുഭവം അതെന്തുമായിക്കോട്ടെ, അത് നമുക്ക് സുഖിക്കുകയോ സുഖിക്കാതിരിക്കുകയോ ചെയ്യട്ടോ, അനുഭവമാണ് നമ്മളെ ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ ആസ്വാദനം എന്ന് പറയുമ്പോൾ മനസ്സിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക. ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവത്തിൽ നിന്നേ നമുക്ക് ആസ്വാദനത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇത് ഓരോ ഘട്ടങ്ങളാണ്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ബൈബിളിൽ പറഞ്ഞ കാര്യമാണെങ്കിലും വേദങ്ങളിൽ പറയുന്ന കാര്യമാണെങ്കിലും ആദ്യം എല്ലാത്തിനും കാരണമായിരിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ഇപ്പോൾ ശരീരവും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ ഒരു ഹാൻഡ് ഷേക്കിംഗ് വേണം. മനസ്സില്ലാതെ നമുക്ക് ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാനെപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളുണ്ട്. എനിക്ക് വിശന്നു എന്ന് പറയുന്നത് എൻ്റെ ആമാശയത്തിനകത്തുള്ളൊരു സെൻസേഷനാണ്. അത് തിരിച്ചറിയുന്നത് എൻ്റെ മനസ്സാണ്. മനസ്സത് തിരിച്ചറിയാതെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഇനി ഭക്ഷണം കഴിക്കുമ്പോഴും എന്ത് ഭക്ഷണം കഴിക്കണം, പോഷകസമ്പന്നമായ ഭക്ഷണം കഴിക്കണമെന്നുള്ളത് എൻ്റെ മനസ്സിൻ്റെ ഡിസിഷനാണ്. അപ്പോൾ മനസ്സിൻ്റെ ഡിസിഷനും ഇൻവോൾവ്മെൻറ്റും ഇല്ലാതെ എൻ്റെ ശരീരത്തെ നേരായ രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെ തുടക്കത്തിൽ ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളെ മനസ്സിനകത്താണ് അതിൻ്റെ വിവേചനവും വിവേകവും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളും എല്ലാം ഞാൻ സെൻസ് ചെയ്യുന്നത് എൻ്റെ മനസ്സിലാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, വേദാന്തം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന സാധനങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കിയപ്പോൾ എൻ്റെ കിട്ടിയതാണല്ലോ ഇതിനകത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞത്. സോ ഈ മനസ്സിലാക്കൽ അല്ലെങ്കിൽ ഈ തിരിച്ചറിയൽ എന്ന് പറയുന്നതിനകത്തും എൻ്റെ മനസ്സ് ഇൻവോൾവ് ആണ്. അപ്പോൾ അവിടെയാണ് ആസ്വാദനം വരാ. ഞാൻ മനസ്സിലാക്കിയതാണല്ലോ ഈ വേദങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ആസ്വാദനമാണ്. അവിടെ നിന്നാണ് നമ്മൾ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുന്നത്. വേദാന്തത്തിൽ തന്നെ ഈ ഉപനിഷത്ത് ഒരു ഇതാണ്, ശരോഹത്മ, ഈ മനുഷ്യന്റെ ശരീരം രഥവും ആത്മാവ് ജീവൻ രഥത്തിന്റെ അനുഭവസ്ഥൻ, സാരഥി ബുദ്ധി, കടിഞ്ഞാൻ മനസ്സ്. അപ്പൊ മനസ്സ് കടിഞ്ഞാൻ്റെ ഒരു ഇതിലേ വരുള്ളൂ. പക്ഷെ ഇതിന്റെ അനുഭവസ്ഥനാരാ? പ്രാണനാണ്. അപ്പോൾ അവിടെ മനസ്സിൻ്റെ ആവശ്യം. നമ്മൾ ഈ പറഞ്ഞതെല്ലാം അനുഭവിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ആപ്പിറ്റേഷനും വിശപ്പും മറ്റതെല്ലാം ഉണ്ടാക്കുന്നത് ജീവനാണ്, പ്രാണനാണ്, മനസ്സല്ല. അല്ല, ഈ സിഗ്നൽസ്, അതായത് എനിക്ക് വിശന്നു എന്ന് എൻ്റെ ആമാശയത്തിനകത്തുള്ളൊരു സെൻസേഷൻ റിയലൈസ് ചെയ്യുന്നത് എൻ്റെ പ്രാണന്റെ സഹായത്തോടു കൂടെയാണ്. അത് സിഗ്നൽസ് ആണ്. അത് ഈ പറയുന്നത് പോലെ എനർജി വൈബ്രേഷൻസ് ആണ്. ആ ആമാശയം ഒരു എനർജി വൈബ്രേഷൻ കൊടുക്കുമ്പോഴാണ് എൻ്റെ ബ്രെയിൻ അത് സെൻസ് ആകുന്നത്. ബ്രെയിൻ അത് നേരെ എൻ്റെ വായോടോ കൈയോടോ ഒക്കെ പറയും, ആഹാരം വാരി കഴിക്കുക അല്ലെങ്കിൽ ചവയ്ക്ക്, അത് കൊടുത്ത്. ഇതെല്ലാം എനർജി സ്റ്റിമുലേഷൻസ് ആണ്. അതാണ് ഈ പറയുന്ന ജീവൻ്റെ ഒരു തലമെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഈ ഒരു വൈബ്രേഷൻസും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മനസ്സിന് അതിനകത്ത് ക്രൂഷ്യൽ ഒരു റോളുണ്ട്. മനസ്സാണ് ചില ഡിസിഷൻസ് എടുക്കുന്നത്. അതെ, മനസ്സ് അതാണ് കടിഞ്ഞാൻ. അതെ, ഈ ഇത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത്, റൂട്ട് തീരുമാനിക്കേണ്ടത് മനസ്സാണ് നമ്മുടെ ഇതിൽ. പക്ഷെ അനുഭവസ്ഥൻ ജീവനാണ്, പ്രാണനാണ്. അപ്പൊ അനുഭവം എന്ന് പറയുന്നത് പ്രാണന്റെ തലമാണത്. ഓക്കെ. മനസ്സെന്ന് പറഞ്ഞാൽ കടിഞ്ഞാൻ്റെ ഒരു ഇതേ ഉള്ളൂ. നമ്മളെ അതൊരു സോഫ്റ്റ്വെയർ സിസ്റ്റം, അതിനെ നമ്മളിങ്ങനെ കൊണ്ടുവരണമെന്നല്ല. അതെ, നമ്മൾ അതിൽ കൂടിയാണ് പ്രപഞ്ചത്തെ അറിയുന്നത്, ഈ കടിഞ്ഞാനിൽ കൂടി. പക്ഷെ അറിയുന്ന ആളാരാ? പ്രാണനാണ്, നമ്മുടെ ജീവനാണ്. അല്ല, അത് ശരിയാ. അത് ആ വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും പ്രാണനുമായിട്ട് കണക്റ്റഡ് ആണ്.
പക്ഷേ ഇതിനെല്ലാം ആ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇതിനെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്നത്, മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു റിലം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയും മനസ്സും ഇന്റലക്ച്വൽ സിസ്റ്റവും ഒക്കെ അടങ്ങുന്ന ആ ഒരു പ്രതലമാണ്. അതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പിരിറ്റിൽ നിന്നുള്ളതും ഗ്രാബ് ചെയ്ത് മനസ്സിലാക്കി കൊണ്ടുപോകാൻ പറ്റത്തില്ല, ശരീരത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ മൈൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു ഇന്റർഫേസ് ആണ്. ഈ ഇന്റർഫേസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ആത്മീയതയിൽ മുമ്പോട്ട് പോകാൻ തന്നെ പറ്റുന്നത്, ഇല്ലേ? ശരീരം നിലനിൽക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്റലക്ച്വൽ സിസ്റ്റം വേണം. അതുപോലെ ആത്മാവിന്റെ കാര്യങ്ങളെയും ഗ്രാബ് ചെയ്ത് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഇന്റലക്ച്വൽ സിസ്റ്റം വേണം. അതെ, നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന ഏറ്റവും നമ്മളെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്, പ്രകൃതിയായിട്ട് ഈ രീതിയിൽ ഫിസിക്കലായിട്ട് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് മുഴുവൻ സഹായിക്കുന്ന മനസ്സാണ്. അതെ അതെ. പക്ഷേ അത് ഓവർ ആക്ട് ചെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ, അത് സോഫ്റ്റ്വെയർ കഠിനമായിട്ടിരിക്കുക, അതിനെ നമുക്ക് മുറിച്ചു കളയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ആ കാര്യം വരുന്നത്. അതായത് ബൈബിളിനകത്ത് ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും ഈ പറയുന്ന ക്രിയായോഗ അല്ലെങ്കിൽ ഈ കുണ്ടലിനി ആക്ടിവേഷൻ അല്ലെങ്കിൽ എനർജി ചക്രയുടെ കാര്യവും ഒന്ന് തന്നെയാണ്. ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന വൃക്ഷം ഈ വൃക്ഷം തന്നെയാണ്. ഏതാ? വേര് മുകളിലോട്ടും ഇലകളും ശേഖരങ്ങളും താഴോട്ടും എന്ന് പറയുന്ന അതേ വൃക്ഷത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ജീവൻ്റെ വൃക്ഷം എന്ന് പറഞ്ഞിട്ട് ബൈബിൾ ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ദൈവം പറഞ്ഞെന്താ? ഇന്ദ്രിയങ്ങൾ വഴി ഉള്ള കാര്യങ്ങൾ നിനക്ക് വേണ്ട. അതാ നന്മയും തിന്മയും ഉള്ള വേർതിരിവിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ആർജിച്ചെടുക്കുന്ന ആ ഒരു തലം. അതിലല്ല നീ പോകേണ്ടുന്നത്. നേരത്തെ പറഞ്ഞ 90%. അതാണ് ജീവൻ, പ്രാണനിൽ അധിഷ്ഠിതമായ ഒന്നാണ് ജീവൻ്റെ വൃക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപ്പത്തിയിൽ പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. ആയിരിക്കാം, എനിക്ക് അങ്ങോട്ടത് ക്ലാരിറ്റി ഇല്ല. ഓക്കെ ഓക്കെ, എൻ്റെ മെയിൻ സബ്ജക്റ്റ് ഇതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ബൈബിൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്. ഇപ്പോൾ ഒരു ആത്മീയ ഗ്രന്ഥത്തെ 3 രീതിയിൽ അതിനെ നമുക്ക് കണക്ട് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ബൗദ്ധിക തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ എഴുതുന്ന ലാംഗ്വേജിനകത്ത്, ആ സെൻറ്റൻസിനകത്ത് കിടക്കുന്ന ലിറ്ററൽ മീനിങ് നമുക്കെടുക്കാം. അതല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ ലിറ്ററൽ മീനിങ് എടുത്ത ആൾക്കാർ വേദങ്ങളെയും ബൈബിളിനെയും ഖുറാനെയും കൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഈ സ്പ്ലിറ്റിംഗ് ഉണ്ടാകാൻ കാരണം. ഇന്ന് ക്രിസ്ത്യാനിറ്റിയിൽ 40,000-ൽ പരം സഭകളുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്ററൽ മീനിങ് ഓരോരുത്തർ എടുക്കുന്നത് വ്യത്യസ്തമാണ്. അതെ അതെ, അതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബൈബിളിനെയും വേദങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്യാം. അത് തെറ്റായ അപ്രോച്ചാണ്. ഇനി മറ്റൊന്ന്, ഈ സ്പിരിച്വൽ തലത്തിൽ തന്നെ 2 ആംഗിളുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് പുറമേയുള്ള ആത്മീയത, മറ്റൊന്ന് അകമേയുള്ള ആത്മീയത. നമ്മുടെ ഉള്ളിലൊരു ആത്മീയതയുണ്ട്, നമുക്ക് പുറമേ ഒരു ആത്മീയതയുണ്ട്. പുറമേ ഉള്ളത് തന്നെയാണ് അകമേ ഉള്ളത്, അകമേ ഉള്ളത് തന്നെയാണ് പുറമേ ഉള്ളത്. ഇപ്പോൾ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് പുറമേ ഉള്ള വ്യവസ്ഥയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു റിപ്ലിക്ക നമ്മുടെ അകമയും ഉണ്ട്, അത് അകമയുള്ള ആത്മീയതയാണ്. ഈ 2 ആംഗിളിനും അത് ഇതെടുക്കാം. അപ്പോൾ ആ രീതിയിൽ അകമയുള്ള ആത്മീയതയാണ് നമ്മൾ കേന്ദ്രീകരിക്കുന്നതെന്നുണ്ടെങ്കിൽ ബൈബിളിൽ പറയുന്ന ഈ വൃക്ഷം എന്ന് പറയുന്നതെല്ലാം നമ്മുടെ തലച്ചോറും നമ്മുടെ ഈ സിഗ്നൽസും നമ്മുടെ സുഷ്മനയും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്, എല്ലാം കണക്റ്റഡ് ആണ്. അതാണ്, അവിടെയാണ് ഇന്നത്തെ ശാസ്ത്രവും ഈ ആ പറഞ്ഞതുമായിട്ട് വരുമ്പോൾ വളരെ ശരിയാണ്. അത് അതിനകത്ത് നിന്ന് വേറെ പിന്നോട്ടും ചിന്തിക്കേണ്ട കാര്യമില്ല. അതെ, നമ്മൾ ആ ഒരു ഇതിലേക്ക് വരികയാണ്. അതാണ് എൻ്റെ ഇത്. അപ്പോൾ ആ ഒരു ഇത് ഈ വേദങ്ങളിലും യേശുക്രിസ്തു, ഞാൻ ഈ ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കതിനകത്ത് ഞാൻ എടുത്തിട്ടുള്ളത് യേശുക്രിസ്തു പറഞ്ഞ ഉപമകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ വേറെ എന്ന് പറയണത് എനിക്ക് അത്ര അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അതെന്തോ എന്താണെന്ന് അറിയാമല്ലോ അതിന്. അപ്പോൾ ആ യേശുക്രിസ്തു പറഞ്ഞ ഉപമകളെല്ലാം ഓരോ ഉപനിഷത്തുകളാണ്, ഓരോ അറിവ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം വേദാന്തമാണ് യേശുക്രിസ്തു പറഞ്ഞത്. പക്ഷെ അതെന്താണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചെല്ലണം, ഇവിടെ ഗുരുവിൻ്റെ അടുത്ത് വരണം. താഴെയാണെങ്കിലും അടുത്ത് ചെന്നാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ആ ഒരു ഇതാണ് നമുക്ക്. അതെ, അപ്പം ഞാൻ ഇത് ഒന്നുകൂടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഈ നമ്മുടെ അകമേയുള്ള ആത്മീയത വെച്ചിട്ട് ബൈബിളിൻ്റെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ആദമും ഹവ്വയും എന്ന് പറയുന്ന 2 മനുഷ്യരല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈ നെഗറ്റീവും പോസിറ്റീവും പോളുകളാണ്. ഒരു ലൈറ്റ് പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും വേണം. എല്ലാ കാര്യങ്ങൾക്കും ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്. അല്ലാതെ പോസിറ്റീവ് വലുത് നെഗറ്റീവ് ചെറുതെന്നുള്ളതല്ല, അല്ലെങ്കിൽ പോസിറ്റീവ് ആണ് ഏറ്റവും ഹയർ, അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടാത്തതെന്നുള്ളതല്ല. ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഈക്വലായിട്ട് നമ്മുടെ ഉള്ളിൽ ഒഴിക്കേണ്ട കാര്യമാണ്. സോ സൂര്യനിൽ നിന്നുള്ളത് ചന്ദ്രനിൽ നിന്നുള്ള സ്വാധീനം, നമുക്ക് സൂര്യനിൽ നിന്നുള്ള സ്വാധീനം നമ്മുടെ ഉള്ളിൽ വേണം, ചന്ദ്രനിൽ നിന്നുള്ള സ്വാധീനവും വേണം. അതിനെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയാം. നമ്മുടെ ഓരോ വ്യക്തികളുടെ ഉള്ളിലും നമുക്കൊരു സ്ത്രൈണഭാവമുണ്ട്, ഒരു പൗരുഷഭാവമുണ്ട്. അതിനെയും പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഈ ആഡം എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയിലുള്ള പോസിറ്റീവ് എനർജിയും, ഹവ്വ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലുള്ള നെഗറ്റീവ് എനർജിയാണ്. അത് ഈ പറയുന്ന നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും സുഷുമ്നയായിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മുടെ നാഡീവ്യൂഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇടാപ്പിംഗ്ല എന്നൊക്കെ പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ആദമും ഹവ്വയും ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളൊരു മനുഷ്യ പ്രകൃതത്തിലേക്ക് മാറ്റുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.
അത് ശരി. ആ ഒരു ഇത് നമുക്ക് അങ്ങനെ വീക്ഷണം, അതൊരു നല്ല വീക്ഷണമാണ്. അങ്ങനെ നമുക്ക് വീക്ഷിക്കാം അതിനെപ്പറ്റി, സൈനിക അത് ശരിയാണ്. അതിനെപ്പറ്റി അങ്ങനെയുള്ള ഒരു അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വീക്ഷണമില്ലേ, അതായത് വേരുകൾ മുകളിലോട്ടും ആ ഇലകൾ താഴോട്ടുമുള്ള ഒരു വൃക്ഷത്തെ കുറിച്ച് പറഞ്ഞില്ലേ. അപ്പൊ അത് തന്നെയാണ് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ജീവന്റെ വൃക്ഷം എന്ന് പറയുന്ന ആശയവും. അതൊന്നുകൂടെ വ്യക്തമാക്കാവോ നിങ്ങളുടെ ആ ഒരു കൺസെപ്റ്റ്? അത് മേലോട്ടുള്ള വേരുകൾ എന്ന് പറഞ്ഞാൽ ഋഷികൾ ആ വൃക്ഷത്തെ പറ്റി പറയുമ്പോൾ മേലോട്ടുള്ള വേരുകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ നിന്ന്, പ്രപഞ്ചത്തിന്റെ അനന്തതയിൽ നിന്ന്, അതായത് നക്ഷത്രങ്ങളും മറ്റു അതിന്റെ അനന്തതയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന എനർജി, ഇതാണ് സിഗ്നൽസ്. ആ സിഗ്നൽസിനെയാണ് മേലോട്ടുള്ള വേരുകളായിട്ട് പറയുന്നത്. പിന്നെ അതേപോലെ വൃക്ഷത്തിന് താഴോട്ട് വേരുകളെ പറ്റി പറയുന്നുണ്ട്. താഴോട്ടുള്ള വേരുകളെല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങളിലും നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തലങ്ങളാണ്. അതിന്റെ വേറെ എനർജി ട്രാൻസ്മിഷൻ ആണതെല്ലാം, അതാണത്. അപ്പൊ അതിന്റെ ഇലകളെന്ന് പറഞ്ഞാൽ അറിവുകളാണ്, വേദം എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ പഠനങ്ങൾ, ഓരോ വിഷയം നമ്മൾ പഠിച്ച് മനസ്സിൽ സ്റ്റോർ ചെയ്യുമല്ലോ, മനസ്സിൽ മുദ്രണം ചെയ്യുമല്ലോ. ആ മുദ്രണം ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഓരോ സോഫ്റ്റ്വെയർ ആണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഓരോ പ്രവൃത്തി പഠിച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ്. ആ സ്റ്റോർ ചെയ്യുന്നതാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. അറിവാണ്, മനസ്സിൽ സ്റ്റോർ ചെയ്ത അറിവുകളാണ് ഇലയായിട്ട് പറയുന്നത്, ഋഷികൾ ഇലയായിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ മരത്തിന്റെ വൃക്ഷം. അപ്പൊ ആ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അത് മായ സോഫ്റ്റ്വെയർ എന്നാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കിയത്. വൃക്ഷം അപ്പൊ അത് മായയാണ്. ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് തന്നെ മായയാണ്. അപ്പൊ അത് വൃക്ഷം മായാട്രി, സോഫ്റ്റ്വെയർ മായാട്രി എന്നാണ് അതിനകത്ത് പറയുന്നത്. അതാണ് ആ വൃക്ഷത്തെ വെട്ടിമുറിച്ചാലേ നിങ്ങൾക്ക് ആത്മജ്ഞാനത്തിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് ഋഷികൾ പറയുന്നത്. അപ്പൊ അത് തടസ്സമായിട്ട് നിൽക്കുകയാണ്. അത് 10%. ഈ 10% നമ്മൾ മാറ്റണം, ഒഴിവാക്കണം. പൂർണ്ണമായിട്ട് വിട്ടാലല്ല, നമ്മൾ ഒഴിവാക്കി കുറച്ച് സമയം ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പം 90% വർക്ക് ചെയ്യും. അപ്പൊ അവിടെ ആക്ടിവേഷൻ ഉണ്ടാണ്. നമ്മൾ ആത്മജ്ഞാനത്തിലേക്കാണ്, കുണ്ടലിനി ഉണരുക, അങ്ങനെയുള്ള പ്രോസസ്സിലേക്ക് പോവുകയാണ്. അവിടെയാണ് ആത്മീയത മനുഷ്യന്റെ ജീവിതം പൂർണ്ണമാകുന്നത്. അവന് പിന്നൊന്നും അറിയാനില്ല, ഒന്നും ജീവിക്കാനില്ല. അവന് നേരം പ്രപഞ്ചത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതൊരു ആനന്ദാവസ്ഥ തന്നെയാണ്. അതെ, ഇത് തന്നെയാണ് ബൈബിളിലുള്ള ജീവന്റെ വൃക്ഷവും നന്മതിന്മകളുടെ വൃക്ഷവും. ഇപ്പോൾ സാധാരണ മനുഷ്യരിപ്പോൾ ജീവിക്കുന്നത് കണ്ണ് കാണുന്നത്, ചെവി കേൾക്കുന്നത്, ഇന്ദ്രിയങ്ങളിലൂടെ ആർജിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഇപ്പോൾ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ 10%. ആ 10% മുറിക്കണം, അതിനെ കട്ട് ഓഫ് ചെയ്യണം. അപ്പോഴേ ജീവൻ്റെ വൃക്ഷത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ജീവൻ്റെ വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ആ ഒരു ജ്ഞാനത്തെ നമ്മിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സാധനം തന്നെയാണ്. അപ്പോൾ ഈ പണ്ടൊക്കെ നമുക്കറിയാമല്ലോ, വാച്ചില്ലാതെ ഷാർപ്പായിട്ട് നമുക്ക് സമയം നോക്കാൻ പറ്റുമായിരുന്നു. അന്നത്തെ ഈ സിഗ്നൽസാണ് അല്ലേ. കാലചക്രങ്ങളെക്കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു അവബോധം പണ്ടത്തെ മനുഷ്യനുണ്ടായിരുന്നു. ഇന്ന സമയത്ത് ഇന്ന കൃഷി ചെയ്യണം, ഇന്ന സമയത്ത് ഇന്ന കൃഷി ചെയ്യണം, ഇന്ന സമയത്ത് അതിൻ്റെ വിളവെടുപ്പുണ്ടാവും. സോ ഈ രീതിയിൽ കൃഷിയെ ആ കാലചക്രത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ഉള്ളത് കൊണ്ടാണ് നേരെ നമ്മളും പറഞ്ഞല്ലോ, കൃഷി ചെയ്യുന്ന സമയത്ത് ചില സീസൺ അനുസരിച്ചിട്ടാണ് കൃഷി ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നല്ലോ. സോ ഇതെല്ലാം മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നത് ഈ ആത്മജ്ഞാനത്തിലാണ്, സിഗ്നൽസിൽ നിന്നാണ്. അതുപോലെ വേലിയേറ്റം ഉണ്ടാകുന്നു, വേലിയിറക്കം ഉണ്ടാകുന്നു, ചന്ദ്രൻ്റെ സ്വാധീനം ഏത് മേഖലയിലാണ്, മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനം ഏത് മേഖലയിലാണ്, ഇതൊന്നും മനുഷ്യനോട്ടും നോക്കി പഠിച്ചതല്ല. ഇതെല്ലാം ആ സിഗ്നൽസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത കാര്യമാണ്. അതാ 90%. സോ ആ 90%ത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിച്ചതിനെ കട്ട് ഓഫ് ചെയ്താലേ കിട്ടത്തുള്ളൂ കുറച്ച് സമയത്തേക്ക്. അതെ, അതൊന്ന് വെക്കേറ്റ് ആക്കി കൊടുക്കണം. നമ്മുടെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിന്റെ ആ സിഗ്നൽ സർക്കുലേഷൻസ് ഒന്ന് മാറി നിൽക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ യുക്തിവാദികളും ഇന്നത്തെ നിരീശ്വരവാദികളും പറയുന്നത് മനുഷ്യന്റെ ബുദ്ധി ഈ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നുള്ളതാണ്. അല്ല, അതെപ്പോഴും ഭാഗികമാണ്. കണ്ണ് കാണുന്നത് ഭാഗികമാണ്, ചെവി കേൾക്കുന്നത് ഭാഗികമാണ്. അതൊരിക്കലും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു അറിവായിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല, അല്ലേ? ഓക്കെ, അപ്പോൾ അത് തന്നെയല്ലേ ഈ ട്രീ കൊണ്ട് നിങ്ങളുടെ ഒരു ഇതിനകത്ത് റെവലേഷനായിട്ട് കിട്ടിയിരിക്കുന്നത്. അതെ, ഈ ട്രീ എന്ന് പറഞ്ഞാൽ ഈ നമ്മളിലുള്ള മനസ്സെന്ന സോഫ്റ്റ്വെയർ ട്രീ ആണ് എന്നാണ് അവർ പറയുന്നത്. അതിനകത്ത് അറിവ് മുദ്രണം ചെയ്തിരിക്കുന്നത് ഇലകൾ, അങ്ങനെ ഓരോരോ പാർട്ടായിട്ട് പറയുന്നുണ്ടല്ലോ. അതിനെ ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുള്ളൂ, നിങ്ങളുടെ പൂർണ്ണ അറിവിലേക്ക് എത്താൻ പറ്റുള്ളൂ. അന്നേരം നമ്മുടെ അറിവിന്ദ്രിയങ്ങളിൽ കൂടെ അല്ല, അതിലും ഉണ്ട്. എന്നാ തരംഗങ്ങളിൽ കൂടെ ഉള്ള അറിവുകളുണ്ട്. അത് ആനന്ദ അറിവാണ്, ആനന്ദമാണ്. അതിനെപ്പറ്റി പറയാനായിട്ട് പറ്റാത്തൊരു ആനന്ദമാണ്. അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ നമ്മൾ അനുഭവിക്കും, നമുക്കത് ഫീൽ ആവും. അതേ ഇപ്പം ഈ സാധാരണപ്പെട്ട ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യർ ചിലപ്പോൾ നമ്മൾ പറയുന്നത് മനസ്സിലാകത്തില്ല. അപ്പോൾ അവർക്ക് പറയാൻ വേണ്ടിയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയാം. അതായത് ഒരു കുരങ്ങിൻ്റെ കുഞ്ഞ് പ്രസവിച്ച് ചില മണിക്കൂറുകൾ കഴിയുമ്പം അത് മരം കയറാൻ തുടങ്ങും.
അത് കണ്ട് മനസ്സിലാക്കിയിട്ട് കയറുന്നതല്ല. നീ കയറുന്ന മക്കളെ എന്ന് പറഞ്ഞ് കുരങ്ങൻ്റെ അപ്പനും അമ്മയും കൂടെ പ്രചോദിപ്പിച്ചിട്ട് കയറുന്നതല്ല. അതിൻ്റെ ജനനത്തിൽ തന്നെ ഈ മരം കയറാനായിട്ടുള്ളൊരു വിസ്ഡമുണ്ട്. അത് ഈ സിഗ്നൽസിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ ഒരു പല്ലിയുടെ മുട്ട വിരിഞ്ഞിട്ട് ഈ പല്ലിക്കുഞ്ഞി ചുവലിൽ കൂടെയും ഭിത്തിയിൽ കൂടെയൊക്കെ ഓടി നടക്കുന്നത് വീഴാതെ, അപ്പോൾ അതും കണ്ടും കേട്ടും പഠിക്കുന്ന കാര്യമല്ല. പക്ഷെ മനുഷ്യൻ എന്തുകൊണ്ടോ ജനിക്കുമ്പോഴത്തേക്ക് അപ്പനും അമ്മയും പറയടാ വെള്ളത്തിൽ വീണാൽ ചത്തു, നീന്താൻ പഠിച്ചില്ലെങ്കിൽ നീ ചത്തു. സോ ഈ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള കണ്ടറിവ് കേട്ടറിവ് വെച്ചിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യന് അവൻ്റെ റിയൽ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ പറ്റാത്തത്. പക്ഷെ ചൈനയിലൊക്കെ നോക്കിയാൽ പിന്നെ പ്രസവിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് അവർ വെള്ളത്തിലങ്ങിടും. ആ കുഞ്ഞ് അവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും, ഒന്നും പഠിക്കണ്ട. കാരണം ഈ ജ്ഞാനം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ ബൈപ്പാസ് ചെയ്യുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ അറിവാണ്, അല്ലേ? സോ ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ള അറിവിനെ നമ്മൾക്ക് എപ്പോൾ ബൈപ്പാസ് ചെയ്യാൻ പറ്റുമോ, ഈ പറഞ്ഞതുപോലെ ഒന്ന് കട്ട് ഓഫ് ചെയ്യാൻ പറ്റുമോ, അപ്പോൾ നമുക്ക് ഈ ആത്മജ്ഞാനത്തിനകത്തുള്ള സിഗ്നൽസിൻ്റെ ആ ഉത്തേജനവും അതിൻ്റെ സാധനം അതിലേക്ക് വരും. നമ്മൾ ആ സ്റ്റേജിലേക്ക് വരിക, അദ്വൈത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ രണ്ടില്ല. ഈ പറഞ്ഞില്ലേ 100% പറ്റി പറഞ്ഞല്ലോ, അതെന്ന് പറഞ്ഞാൽ അദ്വൈതമാണ്. അപ്പൊ രണ്ടില്ല. യഥാർത്ഥത്തിൽ മനുഷ്യനുള്ളത് രണ്ടവസ്ഥയിലാണുള്ളത്. ദ്വൈതമാണ് എന്ന് പറഞ്ഞാൽ ഈ 10% നമ്മൾ ഇവിടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇന്ദ്രിയങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 10%, 90% അവിടെ വേറെയാണ്. അത് അപ്പൊ മനസ്സിന്റെ സാധാരണ അവസ്ഥ, മനുഷ്യന്റെ സാധാരണ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദ്വൈതമാണ്. ഈ തലച്ചോറിലെ രണ്ട് തലങ്ങളെ പറ്റിയാണ് ദ്വൈതം എന്ന് പറയുന്നത്. പക്ഷെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, അതാണ് അദ്വൈതം, അതാണ് ആത്മജ്ഞാനം. അപ്പൊ ഈ തലച്ചോറിലെ പ്രവർത്തനം ഒന്നാകുന്നതാണ് അദ്വൈതം. അല്ലാതെ ഇപ്പൊ ആൾക്കാരൊക്കെ പറയണം അദ്വൈത വീക്ഷണം, അദ്വൈതത്തിന്റെ ഒരു കോൺസെപ്റ്റാണ്, ഒരു ഫിലോസഫിയാണ്. അല്ല, ഇറ്റ് ഇസ് എ ട്രൂത്ത്. നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഈ അദ്വൈതം എന്ന് പറയുന്നത്. അതെ, അത് ഞാൻ ഇതുപോലെ ഒരു എക്സാമ്പിളിലൂടെ പറയാം. അപ്പോൾ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു കുരങ്ങനെ സംബന്ധിച്ചോ ഒരു കാക്കയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏത് ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളവും കാണുന്ന കാര്യത്തിൻ്റെ പുറകെ അല്ല അത് പോകുന്നത്. അതിൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് അത് കാതും കേസും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ ദൗത്യത്തിന് വേണ്ടി അത് ഉപകരിക്കുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നതിൻ്റെ പുറകെ പോകും, കേൾക്കുന്നതിൻ്റെ പുറകെ പോകും, അറിവിൻ്റെ പുറകെ പോകും. അതുകൊണ്ടാണ് നമ്മൾ ഡിവേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ഈ ആത്മജ്ഞാനത്തിനകത്ത് ഈ മറ്റേ 90%-ത്തിനകത്തുള്ള കാര്യങ്ങളെ ഫുൾഫില്ല് ചെയ്യാൻ വേണം കണ്ണുപയോഗിക്കാൻ, ചെവി ഉപയോഗിക്കാൻ. അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അവയവങ്ങളെ തന്നിരിക്കുന്നത്. നമ്മൾ നേരെ ഇപ്പോൾ ഉൾട്ടയിൽ കിടക്കുക തിരിച്ച്. അതുകൊണ്ടാണ് ബൈബിളിനകത്ത് ഉറുമ്പിനെ നോക്ക്, കാക്കയെ നോക്ക് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഉപമയെ തന്നിരിക്കുന്നത് ഈ ഒരു റിയലൈസേഷനിലേക്ക് നമ്മൾ വരാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് രണ്ടല്ല ഒന്നെന്ന് പറയുന്ന അവസ്ഥ, അദ്വൈതം എന്ന് പറയുന്ന അവസ്ഥ, അല്ലേ? അതല്ലേ? സോ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്നതെല്ലാം ഈ അദ്വൈത സിദ്ധാന്തങ്ങളാണ്. അതെ, ബൈബിളിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്, വേദാന്തമാണ്. കാര്യം വേദാന്തം എന്ന് പറഞ്ഞാൽ ഈ അല്ലെങ്കിൽ ഈ അദ്വൈതം ഈ അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിച്ചേരുക എന്നുള്ളതാണ് മനുഷ്യന്റെ പൂർണ്ണത. അതിനെപ്പറ്റിയാണ് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് മനസ്സിലായിട്ടില്ല. ഇന്നുള്ള ക്രിസ്ത്യാനിറ്റിക്ക് പോലും അത് അറിയില്ല. ഇവർ ഏതാണ്ട് ഈ ഉപമേനായിട്ടിട്ട് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിൽ ഏതാണ്ട് ഭോഗങ്ങൾ അനുഭവിക്കുകയാണ് ഏറ്റവും ജീവിതത്തിന്റെ വിജയം എന്നാണ് ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത്, മതങ്ങൾ പഠിപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷെ അതല്ല, അതിന്റെ അപ്പുറത്തൊരു തലമുണ്ട് മനുഷ്യന്. ആ തല എന്താണെന്ന് പോലും ഇന്നത്തെ ഈ പുരോഹിത വർഗങ്ങൾക്ക് അറിയാൻ മേല. അതെ, അതായത് ഈ മതങ്ങളിലെ ഇപ്പോൾ തെറ്റായ ഒരു മേഖലയിലേക്ക് പോവുകയാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ബിസിനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ആത്മീയതയാണ്. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പൊ തുടങ്ങി. ഇനി അതുകൊണ്ട് വലിയ രീതിയിൽ ഫ്ലറിഷ് ആകാൻ പോകും. പക്ഷെ അതിക്ക് മുമ്പേ അതിനെ കട്ട് ചെയ്തില്ലേ? അതെ, നമ്മൾ ചെയ്യുന്ന സംരംഭങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പരിത്രാണായ സാധു, അതെ, വിനാശയ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതെ, ഇപ്പോഴെങ്കിലും അത് സംഭവിച്ചില്ലുണ്ടല്ലോ. മനുഷ്യന്റെ നാശം എന്നതാണെന്ന് പറഞ്ഞിട്ട് അപ്പം മനുഷ്യൻ നാശത്തിലേക്ക് പോകാതെ നന്മയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ അറിവുകൾ യേശുക്രിസ്തു പറഞ്ഞതും വേദാന്തത്തിലുള്ള അറിവുകളുടെ സയൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ ഇതാണല്ലേ, അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നെല്ലാം ശരിയല്ലായിരുന്നു, അതിന്റെ ആവശ്യമില്ല നമുക്ക്. അല്ലാതെ തന്നെ വരാന്ന് അവനൊരു കോൺസെപ്റ്റ് ഉണ്ടാകണം. അപ്പൊ ഇത് അവതാരം അവനിൽ തന്നെ ഉണ്ടാകും. നമ്മളിപ്പോ ഒരു അവതാരം വന്നിട്ട് നമ്മളെ പഠിപ്പിക്കും, നമ്മളെ പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുക അല്ല, അവനുണ്ടാകണം, അവനിൽ തന്നെ അവതരിക്കണം. അതിനുള്ള ഇതിലേക്ക് നമ്മൾ വരണമെന്നുള്ള അതിന്റെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരണം. അവിടെ അതെ,
അതെ, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ചില യൂട്യൂബിനകത്തുള്ള വീഡിയോ ഒക്കെ നോക്കുമ്പം ഈ ചക്രാസിൻ്റെ ആക്ടിവേഷനിലൂടെ നിനക്ക് കാശുണ്ടാക്കാം, നിനക്ക് ധനവാനാകാം, നിനക്ക് അത് ചെയ്യാം, ഇത് ചെയ്യാം, അങ്ങനെ ആകും, ഇങ്ങനെ ആകും. സോ ഈ ചക്ര ആക്ടിവേഷൻ പോലും മനുഷ്യൻ്റെ ഈ വ്യാവഹാരിക ലോകത്തിലുള്ള നന്മകൾക്ക് വേണ്ടിയിട്ടാക്കി കോട്ടിമാറ്റി വെച്ചേക്കുക. അല്ല, അതിങ്ങനെ അവർ പറയുന്നതേ ഉള്ളൂ. അത് സാധിച്ചു കൊടുക്കാനും പറ്റിയാലും നടക്കുകയില്ല. നടക്കണമെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം? ഇവനെ 10% കട്ട് ചെയ്യാൻ പറ്റുമോ? അന്നേരം നടന്നോളും. പക്ഷെ അത് ബലം പിടിച്ച് കട്ട് ചെയ്യാൻ അവന് വട്ടുപിടിക്കും. അത് വേറെയാ. അതെ, അങ്ങനത്തെ പ്രശ്നം. അതുകൊണ്ട് ഇങ്ങനെ ചിലർ പറയുന്നുണ്ട്, ഞാൻ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് കുണ്ടലിനി ഉണർത്തി ഇവിടെ വന്നാൽ മതി, ഞങ്ങൾക്ക് ഇങ്ങനെ തന്നാൽ മതി, അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പലരും. അതെന്ന് പറഞ്ഞാൽ വെറും മണ്ടത്തില, കാശുണ്ടാകും. അതിന് വേണ്ടിയിട്ട് തൂങ്ങാൻ നടക്കണവരാ. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചു കിട്ടും, എന്തൊക്കെ ആണോന്ന് പറഞ്ഞിട്ട് ഒരു ദുരാഗ്രഹം ഉള്ളവരൊക്കെ അത് അങ്ങനെ ചെല്ലുള്ളൂ അതിന് വേണ്ടിയിട്ട്. പക്ഷെ അവർ പഠിച്ച് തരാന്ന് പറയുന്നവരുണ്ടല്ലോ, അവര് വെറും ഇതാണ്, ഒന്നും അറിയാൻ മേലാത്തരാന്ന് വേണേൽ പറയാം. പക്ഷെ എന്നാ തന്ത്രശാലികളാണ്. അതുകൊണ്ടാണല്ലോ ചെറിയ ചെറിയ അറിവുകൾ വെച്ച് അവരെന്തുണ്ടാക്കുന്നു, അവർ കാശുണ്ടാക്കുന്നു, പദവികളിലേക്ക് എത്തുന്നു, അവർ പ്രശസ്തരാകുന്നു. പക്ഷെ അവർക്ക് ഈ ആത്മീയ ലോകവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവത്തില്ല. കണ്ടറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവർ നയതന്ത്രമായിട്ട് അതിനെ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. അത് തന്നെയാണ് ഈ മതങ്ങളും. മതങ്ങളുടെ വേറൊരു ഗ്ലോറിഫൈഡ് വേർഷനാണ് ഇന്ന് കാണുന്ന യൂട്യൂബിൽ കാണുന്ന ഈ ബിസിനസ് അവസരങ്ങൾ എന്ന് പറയുന്നത്. ട്രെയിനിങ് പ്രോഗ്രാമുകളെല്ലാം ഓക്കെ. ചിലരതിനെ ഈ വ്യാപാരിക ലോകത്തിലെ ധനസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, ചിലർ ഈ വ്യാപാരിക ലോകത്തിലെ ശരീരത്തിന്റെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. സോ പല രീതിയിലും ഇതൊരു കച്ചവട മനോഭാവത്തിലേക്ക് എത്തി. പക്ഷെ അതല്ല ശരിക്കുമുള്ള ആത്മീയത എന്നുള്ളത് ഇന്നത്തെ ജനങ്ങൾ അറിയണം. അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടത്. പക്ഷെ അങ്ങനൊരു ചിന്തയില്ലല്ല, ഇതൊക്കെ മതി, എനിക്കിപ്പോൾ കാശുണ്ട്, സുഖമുണ്ട്, എല്ലാം ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല പൂർണ്ണത എന്നാണ് നമ്മൾ പറയുന്നത്. അതെ, പൂർണ്ണത എന്ന് പറഞ്ഞാൽ വേറൊരു തലമുണ്ട് മനുഷ്യന്. പക്ഷെ ഇന്നത്തെ ജനങ്ങൾക്ക് ഈ മുക്രായിട്ട് ഇതിനു വേണ്ടിയിട്ട് വെപ്രാളപ്പെട്ട് പോകുന്ന മനുഷ്യന് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതെ. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മൈസൂരിൽ കുറച്ച് ഏക്കർ സ്ഥലമുണ്ട്, കൃഷിയുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ തോന്നി ചുമ്മാ അങ്ങ് ജീവിച്ചാൽ മതി, മക്കളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു, കുട്ടികളുണ്ട്. അപ്പോൾ എനിക്കും ഇതൊക്കെ നോക്കി ജീവിച്ചാൽ മതിയായിരുന്നു. എന്തിനാ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്? മറ്റുള്ളവർ പറ്റിക്കപ്പെടാതിരിക്കാൻ, അവർ വഞ്ചിക്കപ്പെടാതിരിക്കാൻ, ശരിക്കുമുള്ള ഒരു ആത്മീയതയിലേക്ക് നമ്മൾ അറിഞ്ഞ ആ സത്യത്തെ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കിടന്ന് പെടാപ്പാട് പെടുന്നത്. അല്ലെങ്കിൽ നമുക്കിതിനകത്തുനിന്ന് എന്താ ഒരു ആദായം എന്താ? നമുക്കെന്താ ഇതിനകത്തുള്ളൊരു നേട്ടം? അപ്പോൾ നമ്മുടെ അറ്റൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരിക്കുമുള്ള ഒരു വിഷൻ എന്ന് പറയുന്നത്, ഞാൻ അറിഞ്ഞ സത്യത്തെ മറ്റുള്ളവരെയും കൊണ്ട് അറിയിക്കുക എന്നുള്ളത്. അതല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായിട്ടും. അങ്ങനെ ആ ഒരു അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം. കാര്യം നമ്മളിലുള്ളത് ഇവിടെ കിടന്ന് തിങ്ങിക്കൊണ്ടിരിക്കുക. ഇത് പുറത്തേക്ക് വന്നാലല്ലേ നമുക്കൊന്ന് റിലാക്സ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ പുറത്തേക്ക് വന്ന് ജനങ്ങൾക്ക് അറിയുകയും അങ്ങനെയുള്ളൊരു ജീവിതം കാണുമ്പം നമുക്ക് തന്നെ അത് തന്നെയാണ് നമ്മുടെ ഇതൊക്കെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, പലപ്പോഴും ഈ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്, ഇവൻ ഇവന് വേറെ ജോലിയൊന്നുമില്ലേ, പോയി ചെന്ന് പിന്നെ വേറെ വല്ല ജോലിയും ചെയ്യണം, അല്ലെങ്കിൽ തെണ്ടാൻ പോടാ, എന്തിനാണ് യൂട്യൂബിൽ വന്നിരുന്ന് ഇങ്ങനെ കുരയ്ക്കുന്നത്. അപ്പോൾ ഇവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് നല്ലൊരു ഫുഡ് കഴിച്ചു, അവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷ് നല്ല ടേസ്റ്റായിരുന്നു, നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ കൂട്ടുകാരോട് പറയും, നമ്മൾ ബന്ധുമിത്രാദികളോട് പറയും, എടാ ഇന്നൊരു ഹോട്ടലിൽ ഞാൻ ഇന്നൊരു ഡിഷ് കഴിച്ചു, അത് ഭയങ്കര ടേസ്റ്റായിരുന്നു, ഡെലീഷ്യസ് ആയിരുന്നു, നിങ്ങളും പോയി ഒന്ന് കഴിക്കുക. അത് നമ്മുടെ ഒരു സ്വാർത്ഥതയില്ലാത്തൊരു മനോഭാവമാണ്. ഞാൻ ആസ്വദിച്ചതിനെ മറ്റൊരു ആസ്വദിക്കണമെന്നുള്ളൊരു താല്പര്യമാണ്. സോ ഇതേ കാര്യമാണ്, ഞാനൊരു സത്യം അറിഞ്ഞു, ഞാൻ ആ സത്യത്തിൽ ഇപ്പോൾ ജീവിക്കുന്നു, അത് എനിക്ക് എന്തെന്നില്ലാത്ത ഒരു എന്താ പറയുന്ന ഒരു സംതൃപ്തി നൽകുന്നു. അത് തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ. അത് നമ്മൾ നല്ല മനസ്സോടുകൂടെ മറ്റുള്ളവരും അറിയണമെന്നും അവരും അതിനകത്തേക്ക് വരണമെന്നുള്ളൊരു ത്വരയിലായി ഇത് പറയുന്നത്, അല്ലാതെ വേറെ ജോലി ഇല്ലാഞ്ഞിട്ടല്ല. അങ്ങനത്തെ ഒരു ഇതുകൊണ്ടാണ് നാം ഈ പുസ്തകത്തിലേക്ക് പറയും, പുസ്തകങ്ങൾ എഴുതി ഇങ്ങനെ വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഉള്ളിൽ കിടന്നിങ്ങനെ അത് പറഞ്ഞ് പുസ്തകത്തിലേക്ക് എടുത്ത് പ്രിന്റ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് റിലാക്സ് കിട്ടിയത് തന്നേരം. പക്ഷേ ഇത് നമ്മൾ ഒരു എന്തോ സമാധാനം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനത്തിന്റെ അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ജനങ്ങൾ ഇങ്ങനെയൊരു വിഷയമുണ്ട്, ഇത് ഇപ്പോൾ ജനങ്ങൾ അറിയേണ്ട ഒരു വിഷയമാണ്. അതാണ് അതിനകത്ത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു എറ വരാൻ പോകുന്നു, ഇങ്ങനൊരു കാലഘട്ടം, ഒരു യുഗം വരാൻ പോകുന്നു. ആ യുഗത്തിനകത്തേക്ക് എത്ര പെട്ടെന്ന് നിങ്ങൾ അഡോപ്റ്റ് ആകുന്നു, അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് നമ്മുടെ സന്ദേശം. ഇല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യും, നമ്മൾ സ്ട്രഗിൾ ചെയ്യും അല്ലേ? ഈ കമ്പ്യൂട്ടർ യുഗം വന്നപ്പോൾ ആദ്യകാലത്തെല്ലാം എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു, ഇതൊന്നും ഒന്നും ആവശ്യമില്ല, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ കമ്പ്യൂട്ടർ യുഗത്തെ അവർ തള്ളി. അതുപോലെ തന്നെ ഇപ്പോൾ ബാങ്കിങ് സെക്ടറിനകത്ത് നമ്മുടെ ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ വന്നപ്പോൾ, അതുപോലെ ഈ UPI പോലുള്ള പേയ്മെൻറ്റ് മെത്തേഡ് വന്നപ്പോൾ, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ ബാങ്കിൽ പോയി ചെയ്യാം, എനിക്ക് പഴയ സിസ്റ്റമാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വാശി പിടിച്ചിരുന്നു. പക്ഷെ അവരൊക്കെ ഇന്ന് എവിടെ എത്തി?
ഇന്നെല്ലാം അവർ തന്നെ ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ മൊബൈലിൽ ഈ സാധനമുണ്ട്. തീർച്ചയായും. സോ കാലഘട്ടം മാറുന്നതനുസരിച്ച് മനുഷ്യൻ മസ്റ്റായി മാറിയേ പറ്റത്തുള്ളൂ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. പക്ഷെ ആദ്യം മാറുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ എന്താവും, അതിനകത്ത് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കുമുള്ള സത്യയുഗത്തിനകത്തേക്ക് ലോകം മാറാൻ പോവുകയാണ്. മാറണം, കലിയുഗം അവസാനിക്കത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതൊക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ അന്വേഷണ മനോഭാവം ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഞാൻ എൻ്റെ എഫേർട്ട് കൊണ്ട് വലിച്ചു താഴെയിട്ടതൊന്നും അല്ലല്ലോ, ഇത് ഓൾറെഡി ഉള്ളതാ. അതെനിക്ക് മനസ്സിലായ കാര്യം എൻ്റെ ജീവിതത്തിനകത്ത് വന്നു, അത് നമ്മൾ പറയുന്നു. ഇതുപോലെ നിങ്ങൾക്കും പറ്റുമെന്നുള്ളതാണ് നമ്മുടെ സന്ദേശം. അവർക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ടോട്ടൽ മനുഷ്യൻ്റെതായ ഈ എരിവിരി ഈ ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബന്ധപ്പാടെടുത്ത് ജീവിക്കുന്നവനല്ല, അത് തന്നെ മാറും. അവൻ്റെ കോൺസെപ്റ്റ് മാറണം, അവൻ്റെ കാഴ്ചപ്പാടിൻ്റെ ആംഗിൾ. അപ്പോൾ അതാണ് ഇങ്ങനെ സത്യങ്ങളുണ്ട്. ദൈവത്തെ അന്വേഷിച്ച് കുറേ വിശ്വാസികളായിട്ട് മാറി നിൽക്കുന്നു, കുറേ പേര് ഇല്ലെന്നും പറഞ്ഞിട്ട് മാറി നിൽക്കുന്നു. അതല്ല ഇങ്ങനെ ഒരു ട്രൂത്ത്, ഇറ്റ് ഈസ് ദെയർ. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അതെ. അപ്പോൾ ഞാനും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശു ദൈവമല്ല, ശിവൻ ദൈവമല്ല, കൃഷ്ണൻ ദൈവമല്ല, ഗണപതി ദൈവമല്ല, മുഹമ്മദ് നബി ഒരിക്കലും ദൈവമായിട്ട് അവർ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ വ്യക്തി കേന്ദ്രീകൃതമായ പൂജകളും ആരാധനകളും മാറിയിട്ട് അവനവനിലിരിക്കുന്ന ദൈവിക ഭാവത്തെ കണ്ടെത്തി അതിൽ ജീവിക്കാനായിട്ട് ഒരു മനുഷ്യൻ പ്രാപ്തനാകണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ള പ്രോട്ടോണും ഇലക്ട്രോണും ഇത് തമ്മിൽ ഒട്ടിയിരിക്കുന്നത് പശ വെച്ച് ഒട്ടിച്ചിരിക്കുന്നതല്ല. ഇത് തമ്മിലുള്ള ആകർഷണ വികർഷണം ഉണ്ടായിരിക്കുന്നതിനകത്തൊരു ഡിവൈനിറ്റി ഉണ്ട്, ഒരു ദൈവഗണമുണ്ട്. ആ ദൈവഗണങ്ങളുടെ ഒരു ആകത്തുകയാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വം, ആസ്തിത്വം. ഇതാണ് ദൈവികത. ഈ ദൈവികതയെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ദൈവമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. ദൈവത്തിന് എന്തൊക്കെ സവിശേഷതകളുണ്ടോ, എന്തൊക്കെ ആട്രിബ്യൂട്ട് ഉണ്ടോ, അതെല്ലാം നമ്മളിൽ പുറത്തുലേക്ക് വരാൻ തുടങ്ങും. ഇത് അറിയാത്തിടത്തോളം കാലം നമ്മളിങ്ങനെ മൃഗതുല്യനായിട്ട് ജീവിക്കേണ്ടി വരും. അതാണ്. അപ്പോൾ ദൈവത്തെ കണ്ടെത്തേണ്ടുന്നത് എന്നിലാണ് എന്നുള്ളൊരു ബോധത്തിലേക്ക് വരണം. അതാണ് ഈ പൊതുവെ ഇപ്പോഴുള്ള ധാരണ എന്ന് പറഞ്ഞത്. ഇപ്പൊ പണ്ഡിതന്മാരും പഠിപ്പിക്കണേ എങ്ങനെ, അദ്വൈതം എന്ന് പറയുന്നത് ഒരു വീക്ഷണം, ഒരു കോൺസെപ്റ്റ് മാത്രമാണെന്ന് പറയണം. അത് കോൺസെപ്റ്റ് അല്ല, ഇറ്റ് ഇസ് എ ട്രൂത്ത്. മനുഷ്യന്റെ ഒരു അവസ്ഥയാണ് അദ്വൈതം. തലച്ചോറിൽ രണ്ട് ഭാഗം ഒന്നായിട്ട് വർക്ക് ചെയ്യുന്ന അവസ്ഥയാണ് അദ്വൈതം. അതേപോലെ തന്നെ വേദാന്തം എന്ന് പറയുന്നത് ഒരു ഫിലോസഫി എന്നാണ് പലരും പറയുന്നത്. അത് ഫിലോസഫി അല്ല, മനുഷ്യൻ അറിയേണ്ട സയന്റിഫിക് കാര്യം. മനുഷ്യന് എന്താകാൻ പറ്റും, അതിൻ്റെ ടോപ്പ് എങ്ങനെ ആകാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് അതിൻ്റെതായ രീതികൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഇതാണ്. അത് ഫിലോസഫി അല്ല, വേദാന്തം ഫിലോസഫി അല്ല, ഇറ്റ് ഇസ് എ സയന്റിഫിക്. അതെ, 100% സയൻസാണ്. പക്ഷെ അത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇന്നത്തെ പണ്ഡിതന്മാർ വരെയും ഈ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുക വേദാന്തം, അതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ആവശ്യമില്ല. അതിനകത്ത് പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് തലമുറ ഗുരുവിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഗുരുവിന്റെ അടുത്ത് എത്തണം. ഗുരുവിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകാനുള്ള വഴികൾ അവന് തന്നെ തുറന്നു കിട്ടും. റൈറ്റ്. സോ പഴയ കാലഘട്ടത്തിൽ വല്ലപ്പോഴും ഒരു വ്യക്തി ഇത് മനസ്സിലാക്കുന്നത്. സോ ആ കാലഘട്ടത്തിൽ ഒരു സിദ്ധാർത്ഥൻ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധനാക്കി, അവരെല്ലാവരും തൊഴാൻ തുടങ്ങി. പക്ഷെ ആ മനുഷ്യൻ ഇത് മനസ്സിലാക്കി എന്നുള്ള പ്രത്യേകതയേ ഉള്ളൂ. അതുപോലെ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് മനസ്സിലാക്കി, അദ്ദേഹം അതിൽ ജീവിച്ചു, എത്തി. അപ്പോൾ ആ വ്യക്തി അതിലെത്തിയപ്പോൾ അദ്ദേഹം ദൈവതുല്യനായി. നമ്മളിപ്പോഴും അദ്ദേഹത്തെ ദൈവമായിട്ട് വെച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷേ ശ്രീബുദ്ധനിലുണ്ടായ, യേശുക്രിസ്തുവിലുണ്ടായ, മുഹമ്മദ് നബിയിലുണ്ടായ, ശ്രീനാരായണ ഗുരുവിലുണ്ടായ ഇതേ കാര്യം എന്നിലും സംഭവിക്കും. ഞാൻ എന്നിലേക്ക് വരണമെന്നുള്ള ചിന്തയിലേക്ക് ആൾക്കാർ എത്തുന്നില്ല. അതാണ്. അപ്പൊ അത് വരണമെന്നുള്ള എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല ഇവൻ ഈ ഫോൺ കണ്ട തിരയിൽ പോവുക. പക്ഷെ അതിന് അവന്റെ മനസ്സിലെ കള്ളത്തരങ്ങളും ആ ഇതില്ലേ, തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഇല്ലേ, അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കണം. അതിനെ ഒഴിവാക്കിയാലേ ഈ വൃക്ഷത്തെ നമുക്ക് വെട്ടിക്കളയാൻ പറ്റൂ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മുറിയുള്ളൂ. അതാണ്. അപ്പൊ നമ്മൾ കുതന്ത്രങ്ങൾ ഇതായിട്ട് ഈ വൃക്ഷത്തെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുക ഭയങ്കര ശക്തിയായിട്ട്. അത് വളർന്നു നിൽക്കുന്നിടത്തോളം കാലം ഈ നമുക്ക് ആത്മജ്ഞാനത്തിലേക്ക് എത്താൻ പറ്റിയല്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ ബൈബിൾ വായിക്കണ്ട, ബൈബിൾ പഠിക്കണ്ട, വേദങ്ങൾ വായിക്കണ്ട, വേദങ്ങൾ പഠിക്കണ്ട, ഖുറാൻ വായിക്കണ്ട, പഠിക്കണ്ട. ഇതൊക്കെ എന്നിൽ തന്നെ ഉണ്ട്. അറിഞ്ഞാൽ മതി, തിരിച്ചറിഞ്ഞാൽ മതി. അത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധമായ ഒരു മനസ്സുണ്ടെങ്കിൽ ഇത് തന്നെത്താൻ വന്നോളൂ. അതെ, ഉറപ്പാണ്. അപ്പോൾ വായിച്ച് പഠിച്ചും കേട്ട് പഠിച്ചിട്ടും അല്ലല്ലോ. ഇപ്പോൾ പലപ്പോഴും ക്രിസ്ത്യാനികൾ പറയുന്നതാണ്, നിങ്ങൾ ബൈബിൾ പഠിക്കണം, അത് ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കണം, എന്നാലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ബൈബിളാണ് ആധാരം. നോ, ഞാൻ ഈ സത്യങ്ങളൊന്നും അറിഞ്ഞത് ബൈബിൾ വായിച്ചിട്ടല്ല. പക്ഷേ ഈ സത്യങ്ങൾ അറിഞ്ഞ് ഞാൻ അതിൽ ജീവിച്ചു തുടങ്ങിയപ്പോൾ ബൈബിളിനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബൈബിൾ പറയുന്ന കാര്യങ്ങളെ എനിക്ക് ശരി നമുക്ക് ചിന്തയിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഒരു ഗൈഡൻസ് നമ്മളിലുണ്ട്, ഒരു ഗൈഡൻസ്. ആ ഗൈഡൻസ് നമ്മുടെ ചിന്ത ശരിയാണെന്നത് ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇത്ര
ഇതിനകത്തുണ്ട്. ഇതാണ് എഴുത്തുകാരൻ ഉദ്ദേശിച്ചെന്നുള്ളത് നമുക്ക് പിന്നീടാണ് പിടികിട്ടുന്നത്. ഇതാണ് നമ്മൾ അന്വേഷിച്ചോണ്ട് ഇതിനകത്തുണ്ടല്ലോ, ഇനിയെല്ലാം അന്വേഷണം അതേതൊക്കെയാലും. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ എത്തിച്ചേർന്നത് എനിക്ക് തോന്നുന്നത്. അതെ. അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ പിന്നെ ഞാൻ ക്രിസ്ത്യാനിയുമല്ല, മുസൽമാനുമല്ല, ഞാൻ ഹിന്ദുവല്ല, ഈ മതത്തിൻ്റെയൊക്കെ കെട്ടുപാടുകൾക്ക് അതീതമായിട്ട് നമ്മൾ മാറുവാണ്. ഒരു ദൈവിക പരിവേഷത്തിലേക്ക് നമ്മൾ വരുവാണ്. ശരിയായ മനുഷ്യനായിട്ട് മാറിയ. അതുവരെ നമ്മൾ ശരിയായ മനുഷ്യനല്ല, പക്ഷെ മനസ്സിന്റെ തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനൊക്കെ ഒഴിവാക്കാൻ പറ്റിയ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്റെ യഥാർത്ഥ തലത്തിലേക്ക് വരും. യേശുക്രിസ്തു പറഞ്ഞ പോലെ ഫലം പുറപ്പെടുവിക്കുന്ന കർഷകർ, അതാണ് ഫലം. ഈ ആത്മജ്ഞാന അവസ്ഥയാണ് യേശു ഉദ്ദേശിച്ച ആ ഫലം. അതെ. അപ്പൊ അതൊന്നും ഇന്ന് ഈ ക്രിസ്തീയ സമൂഹം അങ്ങനെ പഠിപ്പിക്കുന്നില്ല, അറിയില്ല, അവർക്ക് അറിയാത്തോണ്ടാ കുഴപ്പം. എസ്പെഷ്യലി ബൈബിൾ പറയുന്നത് ഇത് തന്നെ, ക്രിസ്തു എന്ന തലയോളം നിങ്ങൾക്ക് വളരാൻ പറ്റും. ആ ക്രിസ്തു എന്ന് പറയുന്ന തലയോളം വളരാൻ പറ്റുന്നത് ഈ ഒരു രീതിയിൽ പോകുമ്പോഴാണ്. അപ്പോൾ യേശു ക്രിസ്തു എങ്ങനെയായിരുന്നു അതേ റിലത്തിനകത്ത് നമുക്ക് എത്താൻ പറ്റും. ശ്രീബുദ്ധൻ എങ്ങനെയായിരുന്നു അതേ റിലത്തിൽ നമുക്ക് എത്താൻ പറ്റും. പക്ഷെ ഞാൻ എത്തിയത് ഞാൻ പറയുന്നില്ല കേട്ടോ, എനിക്കെത്താൻ സാധിച്ചിട്ടില്ല. എനിക്കിങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ലെവലിലെത്തിയിട്ടില്ല. ഓക്കെ. പക്ഷെ ഞാൻ നിങ്ങളിൽ കാണുന്ന ജ്ഞാനം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആശയങ്ങൾ ആ റിലവുമായിട്ട് ബന്ധമുള്ളതാണ്, അല്ലെങ്കിൽ ആ റിലവുമായിട്ട് ആ ഒരു വൈബിൽ വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾ ആ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ആത്മദൃഷ്ടിയിൽ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എനിക്ക് സെൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനുള്ള റീസൺ. ഓക്കെ. നമുക്ക് ഇന്ന് പറഞ്ഞില്ലേ, ആ ബ്രെയിനകത്തുള്ള നമ്മുടെ ആ വൈബ്രേഷൻസ്, ആ സിഗ്നൽസിൻ്റെ റിസീവ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി, അത് എന്നിലുള്ള അതേ കാര്യം നിങ്ങളും കാണുമ്പോഴത്തേക്ക് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായും. ഓക്കെ. അപ്പോഴാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു സമത്വത്തിലേക്ക് വരുന്നത്. അപ്പം ഞാനവിടെ വലുത് നിങ്ങളവിടെ ചെറുതെന്നുള്ളതല്ല, ആ ഒരു സമത്വം നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ മൈക്കിൾ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ആ രീതിയിൽ ആദരിക്കുന്നു ഇപ്പോൾ. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെ ഒരു സമൂഹത്തെയാണ്, ഇതേ രീതിയിൽ ആ സത്യത്തെ മനസ്സിലാക്കുകയും ആ സത്യത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടാകണമെന്നുള്ളത് എൻ്റെയും ഒരു വീക്ഷണമാണ്. നിങ്ങൾ പറയുന്ന ആ പുതിയ ഇറ, അല്ലെങ്കിൽ ആ പുതിയ സമൂഹം, അല്ലെങ്കിൽ ആ പുതിയ ആ വാക്കെന്താ, പുതിയ ഇറയല്ലേ, സത്യയുഗം. ആ യുഗം എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ കൂട്ടമാണ്. ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്റെ കൂട്ടമാണ് ആ യുഗത്തിലേക്ക് വരുന്നത്. അതെ. അപ്പൊ ഇനി വരാൻ പോകുന്ന യുഗത്തിനകത്ത് ഈ മറ്റുള്ള മനുഷ്യർ അതിനകത്ത് എലിമിനേറ്റ് ആകും. അങ്ങനെയുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് വരും. ഇത്തരത്തിൽ ജ്ഞാനം പ്രാപിച്ച മനുഷ്യർക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു വെള്ളത്തിനകത്തേക്ക് ആ യുഗം മാറാൻ പോവുകയാണ്. തീർച്ചയായും അങ്ങനെയാണ് വരാനാണ് നമുക്കിങ്ങനെ തോന്നുന്നത്. കാരണം അങ്ങനെയാണ് ഇപ്പോൾ ലോകം ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് യുദ്ധങ്ങളും മറ്റൊന്നും. ഇതൊക്കെ യുദ്ധം മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ്. ഒരിക്കലും അല്ല. അപ്പൊ അവൻ മനുഷ്യനല്ലാത്ത ലെവലിലാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവൻ ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും ഭരിച്ചുകൊണ്ടിരിക്കുക. അതാണ് അവന്റെ മണ്ടത്തരം. അവനെന്താണെന്ന് അവൻ അറിയുന്നില്ല. അവനെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നത്തിനൊന്നും പോവുകയില്ല. എല്ലാവർക്കും ജീവിക്കണ്ടേ, ജീവിച്ചാൽ പോരെ. അതല്ല, എനിക്ക് അവനെല്ലാം വെട്ടിപ്പെടുത്ത് ഞാൻ വലിയാളായി ജീവിക്കണമെന്ന്. അപ്പൊ അത് പൈശാചികതയാണ്, അല്ലേ? തീർച്ചയായിട്ടുമാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഇത് മനസ്സിലാക്കിയത് നമുക്കിനി ഈ രീതിയിൽ പ്രഘോഷിച്ചുകൊണ്ടേയിരിക്കാം, പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കാം. ആ രീതിയിൽ ഈ വൈബിനകത്തേക്ക് വരുന്ന വ്യക്തികളെ നമുക്ക് കൂടുതൽ ഈ കാര്യങ്ങൾ അവരുടെ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ, അവർ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് പിടിച്ചു നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, ഈ പന്തക്കസാക്കാർ വഴിയെന്ന് പ്രസംഗിക്കാൻ പോലെ അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ എന്തായാലും പറ്റത്തില്ല. നമ്മുടെ അടുക്കിലേക്ക് വരുന്നവർക്ക് നമുക്ക് ഈ കാര്യങ്ങൾ പറയാം. തീർച്ചയായിട്ടും നമ്മൾ ഈ യൂട്യൂബ് വഴി, സോഷ്യൽ മീഡിയ വഴി ഇത് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നെല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും. അല്ലാതെ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു 10 പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അതല്ല, അത് നമ്മുടെ വിഷയമല്ല. വരുമാനം എന്തോ ജീവിക്കാൻ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആരും യൂട്യൂബ് കണ്ട് ഞങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി തരണ്ട. ഓക്കെ. ഇത് പക്ഷേ ഞങ്ങൾ പറയുന്നത് ഓഫ് കോഴ്സ് ഇതിനകത്തുനിന്ന് ചിലപ്പോൾ ഒരു ചെറിയ വരുമാനം ഉണ്ടാകാം. പക്ഷേ നമ്മൾ ഈ കിട്ടുന്ന ആ യൂട്യൂബിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനത്തെക്കാൾ എത്രയോ കാര്യം നമ്മൾ അധികമായിട്ട് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. എനിക്ക് യൂട്യൂബിനകത്തുനിന്ന് ഒരു 4 മാസം കൂടുമ്പോഴാണ് എനിക്കൊരു 8,000 രൂപ 9,000 രൂപ കിട്ടുന്നത്. 4 മാസം 5 മാസം കൂടുമ്പോൾ. പക്ഷേ ഞാൻ ഈ ഇതിന് വേണ്ടിയിട്ട് ഇടുന്ന എഫേർട്ടിന് വേണ്ടിയിട്ട് ഇടുന്ന കാര്യം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. എനിക്ക് 1.5 ലക്ഷം രൂപ സാലറി ഉണ്ടായിരുന്നു IT മേഖലയിൽ. ആ 1.5 ലക്ഷം രൂപ ഇവിടെ കിടക്കുന്നു. 4-5 മാസം കഴിയുമ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന 10,000 രൂപ ഇവിടെ കിടക്കുന്നു. പക്ഷെ അതൊരു ശരിയാ. പക്ഷെ എങ്കിലും നമ്മൾക്ക് ഇങ്ങനെ നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മറ്റവർക്ക് പങ്കിടാൻ പറ്റുന്നുണ്ടല്ലോ, ആ ഒരു സംതൃപ്തി, ആ ഒരു ആത്മസംതൃപ്തിയുണ്ട്, ആ ഒരു സന്തോഷമുള്ള അതൊരു വലിയ കാര്യമാണ്. ഇത് കേട്ടിട്ട് പൈസ കൊടുത്താൽ കിട്ടത്തില്ല. ഇത് കേട്ടിട്ട് ഒരാൾ വിളിച്ചിട്ട് കുറച്ച് സംശയങ്ങൾ ചോദിക്കുമ്പം ചില കാര്യങ്ങൾ അവർക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്.
തീർച്ചയായും എന്നെ എല്ലാ ദിവസവും ഒരു 6-7 പേരെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് വിളിക്കാറുണ്ട്. സോ അത്തരത്തിലുള്ള ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ അതിപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് തന്നെ ലോകത്തോട് നമ്മൾ ചെയ്യുന്നൊരു വലിയ സേവനമാണ്. തീർച്ചയായിട്ടുമാണ്. അതെ, തീർച്ചയായിട്ടുമാണ്. ഇന്ന് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ വന്നപ്പോൾ സേവനത്തിൻ്റെ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു അറിവ് പകർന്നു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ജോലി. അങ്ങനത്തെ ചെയ്യാൻ പറ്റുമെങ്കിൽ അവൻ ഇതൊക്കെ അങ്ങനത്തെ ഒരു ഇതാണ്. നമ്മളിപ്പോൾ നമ്മൾ അറിഞ്ഞ കാര്യം പറഞ്ഞു കൊടുക്കുക, അത് സയൻസും ആണ്, വേദാന്തം പറഞ്ഞിട്ടുള്ളതുമാണ്. അല്ലാതെ നമ്മളുണ്ടാക്കി കണ്ടുപിടിച്ചു ഒന്നും പറയുന്നതല്ല, ഒരിക്കലും അല്ല. നമ്മുടെ ഒന്നും അല്ലേ അവർ പറഞ്ഞിരിക്കണേ എന്താണെന്ന് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അതെ, ഒരു 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 വിദ്യാർത്ഥി ഒരു സ്കൂളിൽ പോയി മാത്തമെറ്റിക്സ് ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഫിസിക്സ് ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നത് ഇതെല്ലാം സയൻസാണ്. മാത്തമെറ്റിക്സും ഫിസിക്സും എന്നൊക്കെ പറയുന്നത് സയൻസാണ്, കെമിസ്ട്രി എന്ന് പറയുന്നത് സയൻസാണ്. ഇതുപോലെ ആത്മീയത എന്ന് പറയുന്നത് പക്ക സയൻസാണ്. അത് അവനറിയില്ല, അന്ധവിശ്വാസം അല്ല. അല്ല, അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വാസമാണ്. പക്ഷെ വിശ്വസിക്കുന്നവർ എന്താണ്, അവർക്ക് അറിയില്ല ഇത് സയൻസ് ആണ്, ഇത് എനർജിയാണ്, ദൈവം എന്ന് പറയുന്ന എനർജിയാണ്, ഇത് ഇന്നത്തെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇത് ഇങ്ങനെയാണ്, അതിനകത്ത് നമ്മൾക്ക് കെട്ടിച്ചമച്ചൊന്നും പറയാൻ നമ്മുടെ കയ്യിലില്ല. അതെ അതെ. സോ ദൈവം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് നമുക്ക് 101% അറിയാം. ഇപ്പൊ മനസ്സിലായി, അറിവാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വാസിയല്ല. അല്ല, മനുഷ്യനത് വിശ്വാസമാണ്, കേവലം മനുഷ്യനത് വിശ്വാസമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സയൻസ് അറിവാണ്, സയൻസാണ്, അറിവാണ്. നമ്മൾ അറിഞ്ഞത് ലെന സിനിമ നടി അവര് പറയില്ലേ, കുറെയൊക്കെ അവർക്ക് ഇതേപോലെ കാഴ്ചപ്പാടും കുറച്ചുകൂടെ വിശാല ബുദ്ധിയും ഇതൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ തലത്തിലേക്കൊന്നും ഈ അദ്വൈതം എന്താണെന്നൊന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും പലരും ആരും വന്നിട്ടില്ല, ഒരു പണ്ഡിതനും വന്നിട്ടില്ല. അത് നമ്മൾ പ്രത്യക്ഷമായിട്ട് പറയുകയാണ് ലോകത്തോട്. അതിന് അവരെ പച്ചാക്കിയെന്ന് പറയല്ല. അപ്പൊ അവര് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അവര് അന്വേഷകയാണ്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ക്ലാരിറ്റി ഉള്ളവരാണ്. പക്ഷെ അവരെ വിമർശിച്ചുകൊണ്ട് ചിലർ ഈ കമന്റിനോട് കണ്ടിട്ടുണ്ട് അവർക്ക് വട്ടാണ്. ശരിക്കും ആർക്കാണ് വട്ടം എന്നുള്ളത് നമുക്ക് നിൽക്കുമ്പോൾ അറിയാം. അല്ല, ഇവൻ അങ്ങനെ പറയണത് തന്നെ അവന്റെ വട്ട. അതെ, അതാ പറഞ്ഞേ. കുറ്റം പറയണത് തന്നെ അവന്റെ സൂക്കേടാ. അതെ, അവനിൽ നന്മയുണ്ടെങ്കിൽ അത് പറയല്ല. അതെ, അപ്പൊ അറിവില്ലാത്തവന്മാരങ്ങനെ പലതും പറയും. അതെ, നമുക്കത് കണക്കിലെടുക്കേണ്ട കാര്യം. അതെ, അത് നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാം. അതായത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു പോർഷൻ വരുമ്പോൾ ഇപ്പോൾ കോസ് തീറ്റ, സൈൻ തീറ്റ എന്നൊക്കെ പറഞ്ഞ മാത്തമെറ്റിക്സിലുണ്ടല്ലോ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പറയുക തീറ്റയോ കാലി തീറ്റയോ ഇങ്ങനെ കളിയാക്കും. അത് അവൻ്റെ അജ്ഞതയാണ്. സോ ഇതുപോലെയാണ് നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് അവരിടുന്ന കമന്റ് അവരുടെ അജ്ഞതയാണ്, അതവരറിയുന്നില്ല. ഇതുപോലെയാണ് കളിയാക്കി അത് ഉൾക്കൊള്ളുകൊണ്ട് പറയണത് നമുക്ക് ഇത് ചെയ്യാം, അത് അവർക്ക് തന്നെ നല്ലത്. അല്ലാതെ കളിയാക്കി പറഞ്ഞോട്ടെ, അത് അവരുടെ സൂക്കേട്. അതെ, അപ്പം അത് അവർ തന്നെ അവരുടെ അജ്ഞതയെ അവർ പ്രഘോഷിക്കുകയാണ്. അപ്പം നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും മൈക്കിളിനെ കണ്ടതിലും പരിചയപ്പെട്ടതിലും കുറേ സമയം നമുക്ക് ചെലവഴിക്കാൻ പറ്റിയതിലും ഒക്കെ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ എങ്ങനെയാണോ ഈ സത്യത്തെ പ്രചരിപ്പിക്കുന്നത് അതുപോലെ നിങ്ങളറിഞ്ഞ സത്യത്തെ പ്രചരിപ്പിക്കാനായിട്ട്, അത് നിങ്ങളിലിരിക്കുന്ന വെളിച്ചത്തെ ഒന്ന് ലോകത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ചെറിയ ശ്രമം ഞാൻ നടത്തിയെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശ്രമം. ഇങ്ങനെയുള്ള ഞാൻ കാട്ടിലാണ് ജീവിക്കുന്നത്, ഒറ്റയാണ്. അവിടെ ഇത്ര ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ അറിയാനും വേണം. അപ്പം ഇങ്ങനെ ഒരു മീറ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടിയതിന് വലിയൊരു കാര്യം. കാര്യം നമ്മളിൽ പറയുന്നത് നാട്ടുകാരെ എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മളിത്. അപ്പം അതിനുള്ളൊരു വഴിയൊരുക്കി മനോജ് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ അതിന് വളരെ സന്തോഷവും നന്ദിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടും എൻ്റെ സഹായവും സഹകരണവും ഒക്കെ ഉണ്ടാകും. പറ്റുന്ന രീതിയിലൊക്കെ. നമ്മുടെ ലക്ഷ്യം വേറൊന്നുമല്ല, നമ്മുടെ ലക്ഷ്യം നമ്മൾ അറിഞ്ഞ കാര്യത്തെ മറ്റുള്ളവർക്കിലൂടെ പകരുക എന്നുള്ളത്. സോ അതിന് എന്നെക്കൊണ്ട് പറ്റുന്ന ഏത് സഹായവും എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് തയ്യാറാണ്. അത് അങ്ങനെയുള്ളതുണ്ടെങ്കിലേ നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് എന്തെങ്കിലും ആരോട് പറയാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ, അല്ലാതെ എനിക്കൊരു പീഠം ഉണ്ടാക്കി ഞാനവരുടെ രാജാവായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് ഒരു മനുഷ്യദൈവമായിട്ട് അഴിടുക എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ഒന്നും എനിക്കില്ല. ആചാര്യനായിട്ട് അതെ, അങ്ങനെ ഒരു ദൈവമായിട്ടിരുന്ന എല്ലാവരെയും വാഴണമെന്നുള്ള ചിന്താഗതിയില്ല. നമുക്ക് ഈ സത്യം അറിഞ്ഞ എല്ലാവരും കൂടെ ഒരു ഒത്തൊരുമയോടുകൂടെ നിന്ന് കൈകോർത്ത് നിന്നുകൊണ്ട് ഈ ലോകത്തെ ഒന്ന് മാറ്റാനായിട്ടുള്ളൊരു വിശാലത ഹൃദയമാണ് ഞാൻ എന്നിൽ കാണുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള വീക്ഷണം ഉള്ളത് കൊണ്ട് നമ്മുടേതായിട്ടുള്ള പ്രസ്ഥാനങ്ങളും ഉണ്ടാകണം. അപ്പോൾ ഞാൻ ആ രീതിയിൽ എൻ്റേതായിട്ടുള്ളൊരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൈകോർത്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അതിന് എന്നാൽ കഴിയാവുന്ന സാധാരണ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പോൾ നമുക്കത് മൈൻഡ് അപ്പ് ചെയ്യാം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാനായിട്ട്? ഇപ്പം തൽക്കാലം ഇല്ല, നമുക്ക് ഷെയർ ചെയ്യാൻ ഒരുപാടുണ്ട്. അതിപ്പോൾ അല്ലേ നമുക്കത് പറയാനുള്ള ഇനി ഇതുണ്ടല്ലോ, ഇനി നമുക്ക് സംസാരിക്കാം, അവസരങ്ങൾ ഇനിയും ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, അപ്പോൾ താങ്ക് യു. ഓക്കെ.